വയനാട് ദുരന്തമുണ്ടായത് 2024 ജൂലൈ 30-നോടനുബന്ധിച്ചാണ്. അന്ന് മുതൽ ഇന്ന് വരെ കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 772 കോടി രൂപയാണ് ഖജനാവിലേക്ക് വന്നത്. അതിൽ തന്നെ 455.54 കോടിയും ജീവനക്കാരാണ് കൊടുത്തത്. അപ്പോൾ വലിയ തുകയാണ് ജീവനക്കാർ കൊടുത്തത്. ബാക്കി ഒരു 316.57 കോടി രൂപ പബ്ലിക്കും കൊടുത്തു. ഇതെല്ലാം കൂടി TP അക്കൗണ്ടിൽ കിടക്കുകയാണ് ഈ പണം. അപ്പോൾ അങ്ങനെയാണ് 1200 കോടി രൂപയാണ് ആവശ്യം ഇവർ കണക്കാക്കിയത്. അതിൽ തന്നെ 772 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചിലവാക്കിയത് 91.74 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വലിയ ഒരു കുറവാണ്. ആ 91.74 കോടി തന്നെ പിന്നെ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കെട്ടിടം വയ്ക്കാൻ കൊടുത്തത്, പിന്നെ സ്പെഷ്യൽ ഓഫീസർക്ക് കൊടുത്ത 20 കോടി രൂപ, പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു 13 കോടി രൂപ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വീട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് 15 ലക്ഷം രൂപ വെച്ച് വീട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തൊരു 13 കോടി രൂപ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് 91.74 കോടി രൂപ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു വർഷമായിട്ടും ഇത്രയും പണം സർക്കാരിൽ വന്നിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കാത്തത്? ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 49.5 ഹെക്ടർ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് വീടുകളുടെ പണി ആരംഭിച്ചു എന്നുള്ളതല്ലാതെ വളരെ കൃത്യമായിട്ടുള്ള ടൗൺഷിപ്പിന് ആവശ്യമായ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി, റോഡാവട്ടെ, കണക്ടിവിറ്റി ആകട്ടെ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആവട്ടെ, മറ്റൊരുപാട് കണക്ടിവിറ്റിയുടെ ആവശ്യങ്ങളുണ്ട്. തൊഴിലാകട്ടെ, അവർ കൊടുക്കുന്ന പണമാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്ത് മാതൃകയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്? ലോക മാതൃക സൃഷ്ടിക്കുമെന്ന് K. രാജൻ പറഞ്ഞു. വലിയ മാതൃകയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായിരിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് തള്ളി മറിച്ചതല്ലാതെ ഈ 772 കോടിയിൽ 90 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? ഒരു 10, 12, 15% തുകയാണ് ചിലവഴി. പണമില്ലാത്തതാണ് നേരത്തെ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് പണം ഉണ്ടായിട്ടും ചിലവാക്കുന്നില്ല എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ. എന്തായാലും വയനാട് ദുരന്തം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആളുകളോട് കാണിക്കുന്നത് കൊടിയ അനീതിയാണ്, പാപമാണ്. അന്നേ ജനങ്ങൾ പറഞ്ഞതാണ്, ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്, ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോയാൽ പിന്നെ ഈ പൈസ പുറത്ത് വരില്ല. ഞാൻ വളരെ കൃത്യമായി ന്യൂസ് 18 ചാനലിലും അതുപോലെ തന്നെ അന്ന് ജയ്ഹിന്ദിലും അന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ചാനലുകളിലും പങ്കെടുത്ത ചാനലുകളിലെല്ലാം ഞാൻ പറഞ്ഞു, ഇതൊരു സെപ്പറേറ്റ് മിഷൻ തുടങ്ങണം, ആ മിഷന് ഫുൾ ടൈം ഓഫീസർ വയ്ക്കണം, അതിന് ബാങ്ക് അക്കൗണ്ട് വേറെ തുടങ്ങണം, അതിലേക്ക് പണം കൊണ്ടുവന്ന് വളരെ സമയബന്ധിതമായി ഇത് തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പൊടിയിൽ ആളുകളെ ഇട്ട് ടൗൺഷിപ്പ് ഇപ്പോൾ ഇല്ല, കുറേ വീടുകൾ ഒരിടത്ത് വെച്ച് കൂട്ടും എന്നുള്ളതല്ലാതെ, അടുപ്പ് കൂട്ടി വീടുകൾ വയ്ക്കും എന്നുള്ളതല്ലാതെ ടൗൺഷിപ്പും ഇല്ല. യാതൊരു വസ്തുവില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മൊത്തം കിട്ടിയ തുകയുടെ 770 അല്ലെങ്കിൽ 800 കോടി രൂപയുടെ 15% പോലും നാളിതുവരെ ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുരന്തമാണ്! പ്രളയത്തെക്കാൾ ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തമാണ് മനുഷ്യരുണ്ടാക്കുന്ന ഈ മഹാദുരന്തം.